ുമ്പോൾ ആർ ജെ ഡി നേതാവ് ഡോക്ടർ വർഗീസ് ജോർജ് നമുക്കൊപ്പം ചേരുന്നു. 2.5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ആർ ജെ ഡിക്ക് നൽകണമെന്നൊരു പേടി കൊണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കുമോ നിതീഷ് കുമാർ ഇങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൂടുവിട്ട് കൂടുമാറ്റം നടത്തിയത്? കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകുക, അത് മറ്റ് UPA സർക്കാർ നൽകിയില്ല എന്നുള്ളൊരു പരാതിയിലൊക്കെ അദ്ദേഹം ഒരു മുന്നണി ബാന്ധവം ഉപേക്ഷിക്കാനുള്ള ഒരു കാരണത്തിലേക്ക് കടക്കുമെന്ന് വിചാരിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ ഒരു വിഷയം ആ ഒരു പേടി കൊണ്ട് തന്നെ ആയിരിക്കുമോ അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക? ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ്. മാസത്തിൽ JDUവിൻ്റെയും RJDയുടെയും ദേശീയ കൗൺസിൽ യോഗങ്ങൾ ചേരുകയുണ്ടായി. ഈ സമ്മേളനങ്ങളിലുണ്ടായ ഒരു പൊതുധാരണ ജനുവരി മാസത്തിൽ 2024 ജനുവരി മാസത്തിൽ അവിടുത്തെ ഭരണകക്ഷിയിലെ ഏറ്റവും വലിയ പാർട്ടിയായ RJDക്ക് JDU മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. അതിനുശേഷം ശ്രീ നിതീഷ് കുമാർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ സമയം നീങ്ങും. ഇങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പാർട്ടികളുടെ നാഷണൽ കൗൺസിൽ യോഗങ്ങൾ ചേർന്നു. ജനുവരി മാസത്തിൽ കൈമാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ഉള്ള മാറ്റത്തെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ അനിൽ പറഞ്ഞ പോലെ ഒരു വലിയ വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മുടെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കണം, മതനിരപേക്ഷ സമൂഹത്തെ രക്ഷിക്കണം, നമ്മുടെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹത്തെ രക്ഷിക്കണം. ആ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായിട്ട് മാറി മുന്നോട്ട് പോയ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നോ കൺവീനർ സ്ഥാനം നഷ്ടപ്പെടുമെന്നോ പറഞ്ഞ് അദ്ദേഹം മാറിയതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ അനിൽ പറഞ്ഞ പോലെ ബീഹാറിലെ ഇന്നത്തെ താരതമ്യേന പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഏറ്റവും ചെറിയ പാർട്ടിയാണ് JDU എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി RJD ആണ്, 79 സീറ്റ്. പിന്നീട് BJP 78 സീറ്റ്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് കേവലം 45 സീറ്റ് മാത്രമേ ഉള്ളൂ. ആ 45 സീറ്റുള്ള നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഇപ്പോൾ ബീഹാറിൽ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് മാറുമ്പോൾ അവിടെ താരതമ്യേന ചെറിയൊരു ചലനം ഉണ്ടാകുമെന്ന് മാത്രം. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോഴുള്ള ഇതേ മുന്നണിയാണ് മത്സരിച്ചത്. JDU, BJP, ആ സഖ്യകക്ഷി NDA. അതിന് മറുവശത്ത് RJD, കോൺഗ്രസ്, CPI, CPM, CPML കക്ഷികൾ. അവർ തമ്മിലുള്ള MLA-മാരുടെ വ്യത്യാസം എത്രയാണെന്നറിയോ? കേവലം 8 MLA-മാരുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ 8 MLA-മാരുടെ നഷ്ടത്തിലാണ് RJDക്ക് ഭരണം പോയത്. അപ്പോൾ ഈക്വൽ ഫോഴ്സാണ്. 40 ലോക്സഭാ സീറ്റുകളിൽ 20 ലോക്സഭാ സീറ്റുകളെങ്കിലും ഞങ്ങൾ പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടുത്തെ ഏറ്റവും ചെറിയ പാർട്ടിയാണ് JDU എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ RJD മുന്നണി വിട്ട് കഴിഞ്ഞ തവണ JDU BJP മുന്നണി വിട്ട് RJDയിലേക്ക് വന്നത്? കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി JDU 122 സീറ്റ് മത്സരിച്ചിരുന്നു. ആ 122 സീറ്റ് മത്സരിച്ചിരുന്ന സ്ഥലങ്ങളിൽ 122ലും BJP റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി, രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിയെ നിർത്തി മത്സരിപ്പിച്ചു. അങ്ങനെയാണ് 45 സീറ്റായിട്ട് അദ്ദേഹത്തെ പരിമിതപ്പെടുത്തി അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ആ മുന്നണി വിടാൻ തീരുമാനിച്ചു. അതുകൊണ്ട് 2024 അസംബ്ലി ഇലക്ഷൻ വരെ മാത്രമേ നിതീഷ് കുമാറിനെ അവർക്ക് ആവശ്യമുള്ളൂ. 2024 കഴിഞ്ഞാൽ അവർ നിതീഷ് കുമാറിനെ ഡംപ് ചെയ്യും. ഹി വിൽ ബി കട്ട് ഡൗൺ ടു സൈസ്. അതാണ് BJPയുടെ തീരുമാനം. BJPക്ക് അവിടുത്തെ ഡോമിനൻറ്റ് പാർട്ടി ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കണം. 7 വർഷം ലാലു പ്രസാദ് യാദവിനെ ജയിലിലിട്ടിട്ടും അദ്ദേഹം കീഴടങ്ങിയില്ല. പിന്നീട് ഈ ചാഞ്ചാട്ടം നടത്തുന്ന നിതീഷ് കുമാറിനെ അവർക്ക് ആവശ്യമില്ല. ആ 2024 ഇലക്ഷൻ വരെ മാത്രമേ ഉള്ളൂ. ഇവിടെ അനിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ബീഹാറിൽ വരുന്ന 10 അല്ലെങ്കിൽ 5 സീറ്റുകളുടെ വ്യത്യാസത്തിനപ്പുറത്ത് ഇന്ത്യ മുന്നണി ഇത് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. JDUവിന് ബീഹാറിനപ്പുറത്തേക്ക് ഒരു പാർട്ടി ഘടകം പോലുമില്ല. കേരളം മുതൽ കാശ്മീർ വരെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന 28 രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നൊരു ഫോർമിഡബിൾ പൊളിറ്റിക്കൽ അലയൻസാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ കാലത്തൊഴികെ ഇങ്ങനെ ഒരു അലയൻസ് ഉണ്ടായിട്ടില്ല. അത് ബീഹാറിൽ 5-10 സീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല.
അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഒട്ടും പരിഭ്രാന്തരല്ല. BJP ആണ് പരിഭ്രമിച്ചിരിക്കുന്നത്. നിതീഷ് കുമാറിനെ പോലെ ചാഞ്ചാടുന്ന ഒരാളെ പെട്ടെന്ന് എന്തിനാണ് അവർ പിടിച്ചുകൊണ്ട് പോകുന്നത്? അത് BJPയുടെ അരിഷ്ട ബോധത്തിൽ നിന്നാണ്. BJPയുടെ സഖ്യകക്ഷികൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില അസ്വാരസ്യങ്ങളൊക്കെ പുകഞ്ഞു വരുന്നു. കുടുംബാധിപത്യം പ്രോത്സാഹിപ്പിക്കാനാവില്ല എന്ന് അദ്ദേഹം കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകിയതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പറയുന്നു. ലാൽ പ്രസാദ് യാദവിന്റെ മകൾ വിമർശനവുമായി, അതും വളരെ അതിരൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങളൊക്കെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ആ രീതിയിലൊക്കെ നടത്തുന്നു. അപ്പോൾ ആ ചില അസ്വാരസ്യങ്ങളൊക്കെ വളരെ പ്രകടമായി പുറത്തേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് RJD വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു എന്നുകൂടിയാണോ? അതെ, RJD വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അപർണ, ഞാൻ നിതീഷിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നിതീഷ് ഒരു രാഷ്ട്രീയ മലക്കമറിച്ചില്ല തയ്യാറാകുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരെയും ബീഹാറിലെ പാറ്റ്നയിലെ കൃഷ്ണ മന്ദിറിൽ ഒരു ദിവസം അദ്ദേഹം വിളിച്ചു കൂട്ടി. നാഷണൽ കൗൺസിലിൽ ഞങ്ങൾ സാധാരണ നാഷണൽ കൗൺസിലിൽ പോകുന്ന പോലെ പോയി. അവിടെ ചെന്നപ്പോൾ പറയുകയാണ്, ശരദ് യാദവ് നമ്മുടെ ദേശീയ പ്രസിഡന്റിനെ ഞാൻ മാറ്റുകയാണ്, ഞാൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അദ്ദേഹം NDAയിൽ ചേർന്നു. അതേപോലെ തന്നെ 2 മാസം മുമ്പ് ലലൻ സിംഗിനെ അതേ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അതേ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ കരുതിയതാണ് രാഷ്ട്രീയമായ ഒരു മലക്കമറിച്ചിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ എന്തെങ്കിലും ട്വിറ്ററിൽ കുറിച്ചതോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നിശ്ചയിച്ചോ ഒന്നുമല്ല. ഇത് BJPയുമായിട്ട് നടത്തിയ ഒരു കൊടുക്കൽ വാങ്ങലാണ്. നമ്മുടെ ഭാരതരത്ന പ്രഖ്യാപിച്ചിട്ടുള്ള കർപ്പൂരി താക്കൂറിൻ്റെ ജന്മശതാബ്ദിയുടെ സമ്മേളനത്തിൻ്റെ തലേന്ന് അദ്ദേഹത്തിന് ഭാരതരത്നം പ്രഖ്യാപിച്ചതോടുകൂടി BJPയും നിതീഷ് കുമാറും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ നിരന്തരമായിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പം നിസ്സാരമായ പെറ്റിനെസ്, നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് വിശാലമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിതീഷ് കുമാർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ തന്നെ അതുകൊണ്ട് കുറേ കൂടി ഐക്യം വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് കുറേ കൂടി ജാഗ്രത വന്നിരിക്കുന്നു. ഇന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു, UPയിലെ ഇഷ്യൂ ഞങ്ങൾ പരിഹരിച്ചു. UPയിൽ കോൺഗ്രസ് ചോദിച്ചിരുന്ന 15 സീറ്റാണ്, 11 കൊടുത്തു. പശ്ചിമബംഗാളിൽ മമത പറഞ്ഞു, കോൺഗ്രസുമായി ഞങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. മേഘാലയയിലും ആസാമിലും TMCക്ക് ഓരോ സീറ്റ് കോൺഗ്രസ് തരും. ഇവിടെ പശ്ചിമ ബംഗാളിൽ 6 സീറ്റ് ഞങ്ങൾ കോൺഗ്രസിന് കൊടുക്കും. ആദ്മി പാർട്ടി ഇപ്പോൾ ഹരിയാനയിൽ ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസിന് ഞങ്ങൾ 3 സീറ്റ് കൊടുക്കും, ബാക്കി 7 സീറ്റുകളിൽ 4 സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 49 സീറ്റാണ്. അവിടെ NCP, ശിവസേന, കോൺഗ്രസ് അതുപോലെ തന്നെയുള്ള സഖ്യം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹരിയാനയിൽ ഇപ്പോൾ ഇന്ന് വൈകിട്ടത്തെ വാർത്ത, കോൺഗ്രസും അതുപോലെ തന്നെ അവിടുത്തെ ലോക്ദൾ പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കുന്നു. എവിടാണ് പ്രശ്നം? നിതീഷ് കുമാർ പോകുന്നതുകൊണ്ട് ബീഹാറിൽ 4 തീർച്ചയായിട്ടും ഡോക്ടർ വർഗീസ്, ഞാൻ തിരികെ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജാഗ്രത കുറവ് തിരുത്താൻ ഒരുങ്ങുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നിടത്ത് ആ രീതിയിലുള്ള ഒരു ജാഗ്രത കുറവ് നിതീഷിനെ കൂടെ നിർത്തുന്നതിൽ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്.